നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വില്യം രാജകുമാരന്റെ ഭാര്യയും വെയിൽസ് രാജകുമാരിയുമായ കേറ്റ് മിഡിൽട്ടണിന് അർബുദം സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് അർബുദം സ്ഥിരീകരിച്ചതിനെക്കുറിച്ചും കീമോതെറാപ്പിയിലൂടെ കടന്നുപോകുന്നതിനെക്കുറിച്ചും 42-കാരിയായ കേറ്റ് പങ്കുവച്ചത്. ജനുവരിയിലാണ് അടിവയറ്റിൽ ശസ്ത്രക്രിയ നടത്തിയതെന്നും ക്യാൻസർ സ്ഥിരീകരണം തനിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയതെന്നും കേറ്റ് പറഞ്ഞു. ചാൾസ് രാജാവ് അർബുദ ചികിത്സയിലാണെന്ന് വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കേറ്റ്സിൻ്റെയും വാർത്ത പുറത്തുവരുന്നത്. ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണെന്നും കരുത്തോടെ തുടരുമെന്നും കേറ്റ് പറഞ്ഞു. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രിവെന്റീവ് കീമോതെറാപ്പി ആരംഭിക്കണമെന്ന് തന്റെ മെഡിക്കൽ ടീം നിർദ്ദേശിച്ചു. നിലവിൽ ചികിത്സയുടെ ആദ്യഘട്ടത്തിലാണെന്നും കേറ്റ് പറഞ്ഞു. ഇത് തീർച്ചയായും തനിക്ക് ഷോക്കായിരുന്നുവെന്നും വില്യമും താനും പരമാവധി ഇത് സ്വകാര്യമായി തന്നെ വച്ച് കൈകാര്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും കേറ്റ് പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ഈസ്റ്റർ കഴിയുന്നതുവരെ കേറ്റ് ഔദ്യോഗിക ജോലികളിലേക്ക് തിരികെ എത്തില്ലെന്നാണ് രാജകുടുംബം വ്യക്തമാക്കിയത്. അതേസമയം ഏതുതരം ക്യാൻസറാണ് ബാധിച്ചത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ചികിത്സാ വിവരങ്ങൾ സ്വകാര്യമാക്കുന്നതിനുള്ള അവകാശം കേറ്റിനുണ്ടെന്നും സുഖം പ്രാപിച്ചു വരികയാണെന്നും കെൻസിങ്ടൺ പാലസ് വ്യക്തമാക്കി. തൻ്റെ രോഗം ഭേദപ്പെട്ടുവെന്നും ഓരോ ദിവസം ധൈര്യമായി മുന്നോട്ട് പോകണമെന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം എന്ന നിലയ്ക്ക് ചികിത്സ പൂർത്തിയാക്കാൻ കുറച്ച് സമയവും സ്വകാര്യതയും ആവശ്യമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുന്നുവെന്നും കേറ്റ് പറഞ്ഞു. ക്യാൻസർ ബാധിച്ച എല്ലാ ജീവിതങ്ങളെക്കുറിച്ചും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നും ഏതുതരം ക്യാൻസർ ആയാലും വിശ്വാസവും പ്രതീക്ഷയും കൈവിടാതെ മുന്നോട്ട് പോകണമെന്നും കേറ്റ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചാൾസ് രാജാവിനും ക്യാൻസർ ബാധിച്ച വിവരം ബക്കിംഗ്ഹാം കൊട്ടാരം പുറത്തുവിട്ടത്. പ്രോസ്റ്റേറ്റ് വീക്കവുമായി ബന്ധപ്പെട്ട് 75-കാരനായ ചാൾസ് രാജാവ് ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്.